കലർന്ന നെയ് വിൽപ്പന നടത്തിയ ബ്രാൻഡുകൾക്ക് പൂട്ട്. സംസ്ഥാനത്ത് മായം കലർന്ന നെയ് ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്ത 3 ബ്രാൻഡുകൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തി. ചോയ്സ്, മേന്മ, SRS എന്നീ ബ്രാൻഡുകളാണ് മായം കലർന്ന നെയ് വിൽക്കുന്നതായി കണ്ടെത്തിയത്. ഈ ബ്രാൻഡുകളുടെ സംഭരണവും വിൽപ്പനയും ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ നിരോധിച്ചു. വിപണിയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് നിശ്ചിത ഗുണനിലവാരം ഇല്ലാത്തവയാണെന്ന് കണ്ടെത്തിയത്. തിരുവനന്തപുരം അമ്പൂരി ചപ്പാത്തിൻകരയിലെ ചോയ്സ് ഹെർബൽസ് നിർമ്മിച്ച നെയ് ബ്രാൻഡുകളാണിവ. ഇവയുടെ ലേബലുകളിൽ നെയ്യ് എന്നാണുള്ളതെങ്കിലും ചേരുവകളുടെ പട്ടികയിൽ നെയ്യ്, സസ്യ എണ്ണ, വനസ്പതി എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. ശുദ്ധമായ നെയ്യ് മാത്രമേ നെയ്യ് എന്ന പേരിൽ വിൽപ്പന നടത്താൻ പാടുള്ളൂ. മറ്റെണ്ണകളുടെ കൊഴുപ്പുകൾ ചേർന്ന കൂട്ടുമിശ്രിതം നെയ്യുടെ നിർവചനത്തിൽ വരില്ല. അതിനാൽ ഇവയുടെ വിൽപ്പനയും ഉപയോഗവും ഭക്ഷ്യസുരക്ഷാ നിലവാര റെഗുലേഷനിലെ വ്യവസ്ഥ പ്രകാരം തടഞ്ഞിട്ടുള്ളതാണ്. ഇതേ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പ് പ്രകാരം കമ്മീഷൻ നടപടിയെടുത്തത്. പ്രമുഖ ബ്രാൻഡുകളുടെ ഗുണനിലവാരമുള്ള 1 ലിറ്റർ നെയ്യുടെ വില 600 രൂപയ്ക്ക് മുകളിലാണ്. എന്നാൽ സസ്യ എണ്ണയാണെങ്കിൽ 1 ലിറ്ററിന് ശരാശരി വില ഇതിന്റെ 4/1 വരൂ. മായം കലർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ മറ്റ് ബ്രാൻഡുകളുടെ നെയ്യും ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മായം കലരാത്ത ഭക്ഷണം കഴിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് മായം കലരാത്ത ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അല്പം കഷ്ടപ്പെടേണ്ടി വരും. കാരണം എന്തിലും ഏതിലും മായം കലരുന്നത് പല വിധത്തിൽ അത് ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഏതു വിധത്തിലും ആരോഗ്യത്തിന് വില്ലനാവുന്ന ഇത്തരം ഭക്ഷണ മായങ്ങളെ ആദ്യം തിരിച്ചറിയണം. പലപ്പോഴും ആരോഗ്യത്തിന് വില്ലനാവുന്ന അവസ്ഥകൾക്ക് പ്രശ്നമാകുന്ന ഒന്നാണ് മായം ചേർത്ത നെയ്യും വെണ്ണയും. നെയ്യ് നല്ലതുപോലെ ഉരുക്കിയ ശേഷം അതൊരു പാത്രത്തിലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അല്പസമയത്തിനു ശേഷം ഇതെടുത്ത് നോക്കുമ്പോൾ അതിൽ പാളികളായി നെയ്യ് കിടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ ആരോഗ്യ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നാണ് സത്യം. നെയ്യിൽ മറ്റെണ്ണകൾ ചേർത്തിട്ടുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കൊളസ്ട്രോൾ പോലുള്ള പ്രതിസന്ധികൾക്ക് കാരണമാകുന്നു ഇത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം കഴിഞ്ഞ സാമ്പത്തിക വർഷം 65,432 പരിശോധനകൾ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഷവർമ ഔട്ട്ലെറ്റുകളിൽ മാത്രം 6,531 പരിശോധനകൾ നടത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം കഴിഞ്ഞ വർഷം 982 അഡ്ജുഡിക്കേഷൻ കേസുകളും 760 പ്രോസിക്യൂഷൻ കേസുകളും ഫയൽ ചെയ്തു. 7,343 ഭക്ഷണശാലകൾക്ക് തെറ്റുതിരുത്തൽ നോട്ടീസുകളും 9,642 കമ്പൗണ്ടിംഗ് നോട്ടീസുകളും 438 ഭക്ഷണശാലകളിൽ മെച്ചപ്പെടുത്തൽ നോട്ടീസുകളും നൽകി. പകർച്ചവ്യാധി ഭീഷണി കണക്കിലെടുത്ത് വരും മാസങ്ങളിൽ പരിശോധന ശക്തമാക്കും. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് കീഴിൽ രൂപീകരിച്ച പ്രത്യേക ടാസ്ക് ഫോഴ്സ് സ്കൂളുകൾക്കും മെഡിക്കൽ കോളേജ് ക്യാന്റീനുകൾക്കും ചുറ്റുമുള്ള കടകൾ കേന്ദ്രീകരിച്ച് പരിശോധനയും നടത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 21,758 പേർക്ക് ഭക്ഷ്യസുരക്ഷാ പരിശീലനവും സർട്ടിഫിക്കേഷനും നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ 38 ആരാധനാലയങ്ങൾക്ക് ഈറ്റ് റൈറ്റ് പ്ലേസ് ഓഫ് വർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകിയപ്പോൾ 23 റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് നൽകി. വകുപ്പിന്റെ ശുചിത്വ റേറ്റിംഗ് 2,331 ഫുഡ് ഔട്ട്ലെറ്റുകൾക്ക് നൽകി. 182 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈറ്റ് റൈറ്റ് സ്കൂളും ക്യാമ്പ് സർട്ടിഫിക്കറ്റും നേടി. മായം കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അത് ആരോഗ്യത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ മായം കലർന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.